തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗത്തിൽ അന്തിമ തീരുമാനമായില്ല. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യം യോഗത്തിൽ മന്ത്രിമാർ കേട്ടു. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം 4-ന് കോടതിയിൽ അറിയിക്കും. ഏത് സാഹചര്യത്തിലും പൂരം ഭംഗിയായി നടത്താനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്നുള്ളതൊരു വലിയ വികാരമാണ്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു രീതിയിലുള്ള ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകില്ല. എന്തായാലും ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യും. കോടതിയുടെ വിധി അന്തിമമാണ്. അപ്പോൾ ആ വിധിയെ വരും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെൻറ് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടാകും. അപ്പോൾ തൃശ്ശൂർ പൂരം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കും, ഒരു സംശയമില്ല. അനീഷ് ആന്റണി ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. അനീഷ്, തൃശ്ശൂർ പൂരത്തിന്റെ പ്രതിസന്ധി, പൂരം പ്രദർശനവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആ തർക്കം ഒടുവിൽ ഇതാ മന്ത്രിതലത്തിലേക്ക് അല്ലെങ്കിൽ യോഗത്തിലേക്കൊക്കെ എത്തിയിരുന്നു. പക്ഷെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നുണ്ട്. എല്ലാം മന്ത്രിമാർ കേൾക്കുന്നുണ്ട്. അതായത് ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെയും അതുപോലെ പാറമേക്കാവിന്റെ ഒക്കെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട്. 4-ന് തീരുമാനം അറിയിക്കാമെന്നും പറയുന്നുണ്ട്. ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അനീഷ്? ഭദ്ര, ഇന്ന് വൈകിട്ട് തൃശൂർ രാമനിലയത്തിലായിരുന്നു ഈ പൂരം പ്രതിസന്ധിയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട യോഗം നടന്നത്. രാത്രി 7:30 ശേഷമാണ് യോഗം ആരംഭിച്ചത്. ഏകദേശം 9:45, 10 മണിയോടെയാണ് ഈ യോഗം, 2 മണിക്കൂറോളം ഈ യോഗം നീണ്ടുനിന്നത്. ഈ യോഗത്തിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, അതുപോലെ റവന്യൂ മന്ത്രി കെ രാജൻ, തൃശൂരിന്റെ MLA പി ബാലേന്ദ്രൻ, MP TN പ്രതാപൻ, അതുപോലെ തിരുവമ്പാടി, പാറമേക്കാവ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഇവരുടെ എല്ലാ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ദേവസ്വം ബോർഡിന്റെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ അവരുടെ ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അവരുടെ നയം യോഗത്തിൽ പറഞ്ഞു. മന്ത്രിമാർ ഇതെല്ലാം സർക്കാരിന് വേണ്ടി കേട്ടു. അതിനുശേഷം യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് യോഗത്തിൽ ഉണ്ടായ ഒരു നിലപാട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. എന്തായാലും ഈ പൂരപ്രതിസന്ധിയുമായി നടന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടായില്ല. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇരു ദേവസ്വങ്ങളുടെ ആവശ്യം യോഗത്തിൽ മന്ത്രിമാർ കേട്ടു. ഇതിനൊരു തീരുമാനം എന്ന വണ്ണം ഇവരുടെ ആവശ്യങ്ങൾ സർക്കാർ തലത്തിൽ കൂടിയാലോചിക്കും എന്ന് മന്ത്രിമാർ പറഞ്ഞു. അതിനുശേഷം ഈ വരുന്ന 4-ാം തീയതി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട്. അതിന്റെ കേസ് പരിഗണിക്കുന്ന ദിവസം ഈ 4-ാം തീയതിയാണ്. ഈ 4-ാം തീയതി ഇവർക്ക് അനുകൂലം ആർക്കും ഒരു എതിരില്ലാത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ട് സർക്കാർ കോടതിയെ അറിയിക്കും. അതനുസരിച്ച് കോടതി ഈ വിഷയത്തിൽ ഈ തറവാടക എക്സിബിഷൻ നടത്തുന്ന സ്ഥലത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കോടതി പറയും. എന്നിരുന്നാലും ഏത് സാഹചര്യത്തിലായാൽ കൂടി പൂരം ഭംഗിയായി നടത്താനുള്ള എല്ലാ നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഇരു മന്ത്രിമാരും ഒരേ സ്വരത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പൂരം ഭംഗിയായി നടത്താനുള്ള എന്ത് തടസ്സങ്ങൾ വന്നാലും അത് തീർത്ത് പൂരം ഭംഗിയായി നടത്തും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇരു മന്ത്രിമാരും ഇന്ന് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അതേസമയം ഇന്ന് നടന്ന യോഗത്തിൽ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് ഈ തറവാടക, നേരത്തെ ഉണ്ടായിരുന്ന തറവാടക 39 ലക്ഷം രൂപയായിരുന്നു. തൃശൂർ പൂരം എക്സിബിഷനായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്ഥലത്താണ് തൃശൂർ പൂരം എക്സിബിഷൻ പൂരം എല്ലാം നടത്തുന്നത്. അപ്പോൾ ഈ എക്സിബിഷൻ തറവാടകയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയിരുന്നത് 39 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ. ഇത് ഈ ഒരു തുക ഒറ്റ അടിക്ക് 2,20,00,000 രൂപയായി വർദ്ധിപ്പിച്ചത്. അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം, ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യോഗം പൂരം അനിശ്ചിതത്വത്തിലായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായതും യോഗം വിളിക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ തൃശ്ശൂരിൽ ഒരു യോഗം ചേർന്നത്. യോഗശേഷം അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ തറവാടക ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല, കൊടുക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ പൂരം ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വരുമെന്ന് കൂടി തങ്ങൾ ആലോചിക്കുകയാണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായതും ഇന്ന് യോഗം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. കാരണം ഈ തൃശൂർ പൂരം എക്സിബിഷനിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് തൃശൂർ പൂരം നടത്തുന്നത്. പൂരത്തിന് നമുക്കറിയാം നിരവധി ചെലവുകളുണ്ട്. ആന, വെടിക്കെട്ട്, കൊട ഉൾപ്പെടെ ഒട്ടനവധി ലക്ഷങ്ങളുടെ ചെലവുകൾ തന്നെയാണ് ഒരു വർഷത്തെ തൃശൂർ പൂരം നടത്തുന്നത്.
നടത്താനായിട്ടുള്ളത്. ഈ പൂരം നടത്താനുള്ള പണമെല്ലാം ഈ തൃശ്ശൂർ പൂരം എക്സിബിഷനിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഇത്രയും വലിയ 2 കോടിയിലധികം 2.25 കോടിയോളം രൂപ ഈ തറവാടക ഇനത്തിൽ എക്സിബിഷൻ നടത്തുന്ന തറവാടക ഇനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൊടുത്താൽ പൂരം നടത്തിപ്പ് തന്നെ പൂരം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നാൽ പൂരം വെറും ചടങ്ങ് മാത്രമായി നടത്തേണ്ട വരും എന്നുകൂടി അന്ന് ചേർന്ന യോഗത്തിന് ശേഷം ഇരു ദേവസ്വങ്ങളുടെയും ഭാരവാഹികൾ പറഞ്ഞിരുന്നു. ഇന്ന് TN പ്രതാപൻ MP-യും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. TN പ്രതാപനും ഈ ഒരു കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതായത് ഈ എക്സിബിഷൻ നടത്തുന്ന സ്ഥലത്തിന്റെ തറവാടക സൗജന്യമാക്കണം എന്ന് തന്നെയാണ് TN പ്രതാപൻ MP-യും മന്ത്രിമാരോട് പറഞ്ഞത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ യോഗത്തിലുണ്ടായിരുന്നു. ആ യോഗത്തിലാണ് TN പ്രതാപൻ MP-യും പറഞ്ഞു ഈ തറവാടക സൗജന്യമാക്കി നൽകാം എന്ന് തന്നെയാണ്. പക്ഷേ മന്ത്രിമാർ അത് കേട്ടു എന്നല്ലാതെ തറവാടക സൗജന്യമാക്കുന്ന കാര്യത്തിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടിയൊന്നും ഇന്ന് നടന്നതിൽ പറഞ്ഞു. പക്ഷേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പൂരം ഭംഗിയായി നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സർക്കാർ എന്തായാലും അത്തരം പൂരം ഭംഗിയായി തന്നെ നടത്തും. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ യോഗം ചേർന്ന് കൂടിയാലോചിച്ച് ആ തീരുമാനം ഈ വരുന്ന 4-ന് കേസ് പരിഗണിക്കാനിരിക്കെ കോടതിയെ അറിയിക്കുമെന്നാണ് മന്ത്രിമാർ പറഞ്ഞത്. എന്തായാലും കോടതിയുടെ ഒരു അന്തിമ തീരുമാനം കൂടി ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. നിലവിൽ കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ തറവാടക സംബന്ധിച്ചുള്ള വിഷയം. അപ്പോൾ കോടതിയുടെ 4-ാം തീയതി കോടതിയുടെ വിധി ഈ വിഷയത്തിൽ ഒരു തീരുമാനം കോടതി നിന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമാണ് ഈ ഒരു കാര്യത്തിന് അന്തിമ തീരുമാനം ഉണ്ടാകുക. എന്തായാലും സർക്കാർ അതിന് പൂരം ഭംഗിയായി നടത്താനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും ഇന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ഭാരവാഹികൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു ഇവർക്ക് എതിരെ, അതായത് ഈ തറവാടക വലിയ ഒരു തുക തന്നെ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ പൂരം ചടങ്ങ് മാത്രമായി നടത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും ഇന്ന് ഈ യോഗത്തിന് ശേഷം ഇരു ദിവസങ്ങളെ ഭാരവാഹികൾ കേരള വിഷനോട് പറയുകയുണ്ട്. എന്തായാലും 4-ാം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനത്തിലേക്കാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വവും അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡും മന്ത്രിമാരും മന്ത്രിസഭയും എല്ലാം ഉറ്റുനോക്കുന്നത്. ഭദ്ര. ശരി അനീഷ്, വ്യക്തമാണ്. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാനായിരുന്നു ഇന്ന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് തൃശ്ശൂരിൽ. പക്ഷേ അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും എല്ലാ മന്ത്രിമാർ കേട്ടു. ഈ ദേവസ്വം ബോർഡ്, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രതിനിധികൾ പറഞ്ഞ കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ തന്നെ മന്ത്രിമാർ കേട്ടിട്ടുണ്ട്. ഇത് ഇനി സർക്കാർ തലത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും. 4-ാം തീയതി തീരുമാനം കോടതിയെ അറിയിക്കും എന്നും മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും പൂരം നല്ല രീതിയിൽ തന്നെ നടത്താൻ ഉള്ള തയ്യാറെടുപ്പിലേക്ക് സർക്കാർ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് മന്ത്രി കെ രാജനും പ്രതികരിച്ചു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.